ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് റാഗി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കലക്കിയ ശേഷം നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് നല്ല ഹെൽത്തിയാണ്. അതേപോലെ ഷുഗറുള്ള ആൾക്കും എപ്പം വേണ്ടിക്കും നമുക്കിത് കാച്ചി കൊടുക്കാം. മുത്താറി എന്ന് പറയുന്നത് തന്നെ നല്ലതാണ്. ഞാനിത് നന്നായി ഇത് കലക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. അങ്ങനെ ഇത് നന്നായി കട്ടിയായി വരുന്നുണ്ട്. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്കിൻ ഗ്ലോ ആകാനും അതേപോലെ തടി കുറക്കാനും ഷുഗർ കുറക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നടക്കണം. അതേപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡേറ്റ്സും നട്ട്സും എല്ലാം ഇതിൽ ചേർത്താൽ നല്ലതായിരിക്കും. അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം. അതിനുശേഷം ഇത് നന്നായി തണുത്ത് വരണം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുകയും വേണം. അങ്ങനെ ഇതിവിടെ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴവും മുറിച്ചിട്ട് കൊടുക്കണം. അതേപോലെ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു പഴം മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ റോബസ്റ്റ് പഴമാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും ഇടുന്നില്ല, പഴത്തിൻ്റെ മധുരം തന്നെയുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി അടിച്ചെടുക്കണം. അങ്ങനെ ഇത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റാഗി കൊണ്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.